നമസ്കാരം. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 8 മാസം ഗർഭിണിയായ യുവതി വെന്തുമരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. കാറിന് തീപിടിച്ചത് വാഹനത്തിന്റെ തകരാർ മൂലമല്ലെന്നും സംഭവം പൂർണ്ണമായും ആസൂത്രിതമാണ് എന്നുമാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയത്. കാറിനുള്ളിൽ പെട്രോൾ എത്തിച്ച് കത്തിച്ചതാണെന്ന സൂചനകൾ ശക്തമാകുന്നതിനിടെ കേസിൽ അതിനിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. നടുവണ്ണൂർ റോഡിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും യുവതി കന്നാസിൽ പെട്രോൾ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. മരിച്ച സോന തന്നെയാണ് സംഭവ ദിവസം പമ്പിലെത്തി കന്നാസിൽ പെട്രോൾ വാങ്ങിയതെന്നാണ് പോലീസ് സോനയുടെ ബന്ധുക്കളെ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ദൃശ്യങ്ങളുള്ളത് സോന തന്നെയാണോ എന്നും ഈ പെട്രോൾ വാങ്ങിയത് മറ്റാരുടെയെങ്കിലും ഭീഷണിയുടെയോ നിർദ്ദേശത്തിന്റെയോ അടിസ്ഥാനത്തിലാണോ എന്നതിനെക്കുറിച്ചും പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അപകട ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വാലിക്കോടുള്ള മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു. വൈകുന്നേരം മാതൃ സഹോദരിയുടെ മകൾ അശ്വതിക്കൊപ്പം സോന പേരാമ്പ്ര ടൗണിൽ ഷോപ്പിങ്ങിനും പോയിരുന്നു. സാധനങ്ങൾ വാങ്ങാനായി തങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത കടകളിലേക്ക് പോയെന്നും താൻ ഫാൻസി ഷോപ്പിലും പലചരക്ക് കടയിലും കയറിയ സമയത്ത് സോന എവിടെ പോയെന്നോ എന്താണ് വാങ്ങിയതെന്നോ തനിക്ക് അറിയില്ല എന്നുമാണ് അശ്വതി മൊഴി നൽകിയിരിക്കുന്നത്. രാത്രി 7:30 ഭർത്താവ് രജിൻലാൽ കാറുമായി എത്തി ഇളയമ്മയുടെ വീട്ടിൽ നിന്നും സോനയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇവിടെ നിന്ന് ഇരുവരും ആശുപത്രിയിലേക്ക് പോയെന്നാണ് വിവരം. എന്നാൽ രാത്രി 7:30 വീട്ടിൽ നിന്നിറങ്ങിയ ഇവർ അപകടം നടന്ന 9 മണി വരെയുള്ള 1.5 മണിക്കൂറിലധികം സമയം എവിടെയാണ് ചെലവഴിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആശുപത്രിയിൽ നിന്ന് തിരികെ മടങ്ങുന്നതിനിടെയാണ് കാറിന് തീപിടിക്കുന്നത്. സംഭവത്തിൽ കക്കറമുക്ക് പൂവത്തുംചാലിൽ രജിലാലിന്റെ ഭാര്യയും പലേരി കല്ലിക്കണ്ടി വീട്ടിൽ സ്വദേശിയുമായ സോന സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി മരണപ്പെടുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന ഭർത്താവ് രജിൻലാലിന് 65% ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള രജിൻലാലിന്റെ മൊഴി രേഖപ്പെടുത്തിയതോടെയാണ് കേസിലെ ദുരൂഹത ഇരട്ടിച്ചത്. കാർ ഓടിക്കുന്നതിനിടെ തനിക്ക് കാറിനുള്ളിൽ പെട്രോളിന്റെ കടുത്ത ഗന്ധം അനുഭവപ്പെട്ടെന്നും എന്താണ് പെട്രോളിന്റെ മണമെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് ചോദിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് കാറിനുള്ളിൽ തീ പടരുകയായിരുന്നെന്നുമാണ് രജിൻലാൽ നൽകിയ മൊഴി. കാറിന്റെ പിൻസീറ്റിലായിരുന്നു സോന ഇരുന്നത്. രജിൻലാലിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്താണ് കൂടുതലായി പൊള്ളലേറ്റത്. തീ പടർന്ന ഉടൻ ഇയാൾക്ക് കാറിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. നാട്ടുകാർ ഓടിക്കൂടി തീ കടത്തുമ്പോഴേക്കും പിൻസീറ്റിൽ കിടക്കുകയായിരുന്ന സോന പൂർണ്ണമായും വെന്തു മരിച്ചു. എഞ്ചിൻ ഭാഗത്തു നിന്നല്ല മറിച്ച് കാറിന്റെ പിൻഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നും വലിയ ശബ്ദം കേട്ടതായും സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് ഫോറൻസിക്കിന്റെ പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും യാതൊരുവിധ തകരാറുമില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും സ്ഥിരീകരിക്കുന്നുണ്ട്. കാറിന്റെ ഉൾവശം മാത്രം കത്തിയതും എഞ്ചിന് കേടുപാടുകൾ സംഭവിക്കാത്തതുമാണ് മരണം ആസൂത്രിതമാണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതേസമയം സോനയെ ഒഴിവാക്കാൻ ഭർത്താവ് രജിൻലാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണെന്നാണ് സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. കാറിനുള്ളിൽ മാരകമായ എന്തോ വസ്തു വെച്ച ശേഷം രജിൻലാൽ സോനയെ മനഃപൂർവ്വം കത്തിച്ചതാണെന്നും അപകടമുണ്ടായപ്പോൾ പിൻവശത്തെ ഡോർ തുറന്ന് സോനയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ തോട്ടിൽ ചാടി സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് രജിൻലാൽ ശ്രമിച്ചതെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്.